ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമ KD പ്രതാപന് ജാമ്യമില്ല. കല്ലൂർ PMLA കോടതി പ്രതാപന്റെ ജാമ്യാപേക്ഷ തള്ളി. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഹൈറിച്ച് നടത്തിയത് പോൺസി സ്കീം മോഡൽ തട്ടിപ്പെന്നും ED കോടതിയിൽ പറഞ്ഞു. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണെന്നും പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്താവുന്ന കാരണങ്ങളൊന്നും പ്രതിഭാഗത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിയുടെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 8 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഹൈറിച്ചിന്റേത് പോൺസി സ്കീം മോഡൽ തട്ടിപ്പാണെന്ന് ED കോടതിയിൽ വാദിച്ചു. നിക്ഷേപകർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ലാഭമുണ്ടാക്കാതെ ഉൽപ്പന്നങ്ങൾ ഒന്നുമില്ലാതെ ലാഭവിഹിതം നൽകി വിശ്വാസമാർജിച്ച് വൻ തട്ടിപ്പ് നടത്തുന്നതാണ് പോൺസി സ്കീമുകൾ. മണി ചെയിനായി ഒരാൾ വഴി മറ്റൊരാളെ ചേർത്താണ് ഇതിന്റെ വളർച്ച. ചെയിൻ സംവിധാനത്തിന്റെ അവസാന ഘട്ടത്തിൽ കണ്ണുചേരുന്നവർക്ക് നിക്ഷേപത്തിൽ നല്ലൊരു പങ്ക് നഷ്ടപ്പെടും. ഇത്തരത്തിലുള്ള പോൺസി സ്കീമായിരുന്നു ഹൈറിച്ചിന്റേതെന്ന് ED കോടതിയിൽ വാദിച്ചു. പോൺസി സ്കീമുകൾക്കെതിരെ നിയമനിർമ്മാണം വന്നത് മുതൽ ചെറിയൊരു മൂല്യമുള്ള ഉൽപ്പന്നം നൽകുകയാണ് ഇത്തരം കമ്പനികൾ. എന്നാൽ കമ്പനി തട്ടിപ്പുകളൊന്നും നടത്തിയിട്ടില്ലെന്നും ED തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നുമാണ് പ്രതിഭാഗം വാദം. 3141 കോടി രൂപയാണ് നിക്ഷേപകരിൽ നിന്ന് ഹൈറിച്ച് ഉടമകൾ തട്ടിയത്. ജനം, കൊച്ചി.